വേദിയിലിരിക്കുന്ന വിശിഷ്ടതികളെ, നമ്മുടെ സഫറുമായി എൻ്റെ ഒരു സുഹൃത്താണ്. അതുപോലെ ഷീജ മാഡം എൻ്റെ നല്ലൊരു സുഹൃത്ത്. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പിഞ്ചു മക്കളെ, ഞാനിന്ന് തിരുവനന്തപുരം ഡിവൈൻ ആർട്ട് കലാസാഹിത്യ ജീവകരണ സമിതിയിൽ എനിക്ക് എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണൂർ സിറ്റിയിൽ നിന്ന് കണ്ണൂർ ടൗൺ 3 കിലോമീറ്റർ ഉള്ളിലാണ് കണ്ണൂർ സിറ്റി. നമ്മുടെ കേന്ദ്രമന്ത്രി മരിച്ചുപോയ ഇ അഹമ്മദ്, നമ്മുടെ ഹൈക്കോടതി ജഡ്ജി കൗസർ, ഇതൊക്കെ എൻ്റെ അയൽവാസികളാണ്. അവരെ തൊട്ടടുത്ത വീട്ടിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം കുറേ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ സഫർബായി ഷീജ എല്ലാം പങ്കെടുത്ത കുറേ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കാരണം നമ്മുടെ ഷീജ സ്നേഹസാന്ദ്രം, സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് എനിക്ക് ഷീജയുടെ പ്രവൃത്തി ഇഷ്ടമാണ്. അതായത് ഭിന്നശേഷി മക്കളെ സ്നേഹിക്കുന്ന കാര്യം കാണുമ്പോൾ ശരിക്കും സങ്കടം പോലും വരാറുണ്ട്. ഷീജയുടെ ചില പ്രവൃത്തിയൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദുഃഖിക്കേണ്ട സമയം പോലും ഉണ്ടായിരുന്നു. കാരണം ഒന്നിനും വയ്യാത്ത ആ ഭിന്നശേഷി മക്കളെ നമ്മൾ പബ്ലിക്കിൽ കൊണ്ടുവന്ന് അവരെ കാണിക്കുകയും അവർക്ക് വേണ്ടുന്ന കിറ്റുകളും ഡ്രസ്സുകൾ, ടോയ്സ്, വീൽ ചെയറുകൾ എല്ലാം കൊടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയുമുള്ള സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തകര. അതുപോലെ ഷീജയുടെ നല്ലൊരു സുഹൃത്താണ് നമ്മുടെ രശ്മി ആർ ഊറ്ററ. ഷീജൻ്റെ ആ പരിപാടിയിലൊക്കെ എന്നെ കണ്ട് എൻ്റെ ആ നീക്കങ്ങളെ മനസ്സിലാക്കി രശ്മിയാണ് എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ചു വെക്കുന്നത്. അതുകൊണ്ട് രശ്മിക്ക് ഒരുപാട് നന്ദിയുണ്ട്. രശ്മിൻ്റെ ഉദ്ദേശം നല്ല കാര്യമാണ്. ഇവിടുന്ന് വീൽ ചെയർ പബ്ലിക്കായിട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ശരിക്കും നമ്മൾ വീൽ ചെയർ കൊടുക്കുന്നത് ഭിന്നശേഷിക്കാരാണ്. ഭിന്നശേഷി ആരാ? ശരിക്കും നമ്മളാണ് ഭിന്നശേഷി. ഈ ഭിന്നശേഷിക്കാരെ കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനും കഴിയാത്ത നമ്മളാണ് ഭിന്നശേഷിക്കാർ. എല്ലാവരും നമ്മളെ മുമ്പിൽ കൈക്ക് സ്വാധീനമില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത ആൾക്കാരുടെ ഭിന്നശേഷി നമ്മൾ അവരെ കാണുന്നില്ല, അവരെ പറ്റി പഠിക്കുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല, അവരെ സഹായിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് സ്നേഹം കൊടുക്കുക. അവരിൽ തോന്നണം നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ബഹുമാനിക്കാനും നമ്മളെ ഇടയിൽ നമ്മളെ പോലെ ഉള്ള സഹോദരന്മാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവർക്ക് സ്നേഹം നമ്മൾ കൊടുക്കണ്ടേ. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നും ഈ ഭിന്നശേഷി പ്രോഗ്രാമിൻ്റെ ആ വീൽ ചെയർ കൊടുക്കുന്ന കാര്യമെല്ലാം ഞാൻ പറഞ്ഞു. ഇന്നേക്ക് നമ്മുടെ പെരിന്തൽമണ്ണയിൽ 90 ഭിന്നശേഷിക്കാരെ പരിപാടിയുണ്ട്. അവിടെ ഞാൻ എൻ്റെ മകനെ പറഞ്ഞേക്കുന്നത് ആ പരിപാടി പങ്കെടുക്കുക. ശരിക്കും ഇവിടെ ഈ ഭിന്നശേഷി കാര്യം വീൽ ചെയർ വിതരണം പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരാനാണ് തോന്നിയത്. ഞാൻ ശരിക്കും വരുന്നത് കോട്ടയം കാമരാജ് ഫൗണ്ടേഷൻ്റെ ഞാൻ ഓൾ ഇന്ത്യ ബേസിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ അവിടെ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. ആ പരിപാടി 22, 23, 24 ഞാൻ അവിടെ പങ്കെടുത്ത് ഇന്നലെ വൈകുന്നേരം അവിടെ ഇവിടത്തേക്ക് പുറപ്പെട്ട് രാത്രി ഇവിടെ എത്തി ഈ പരിപാടിക്ക് ഇന്ന് എത്തപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യം എവിടെ ഉണ്ടോ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സഹായിക്കുക, അവരെ സ്നേഹിക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ നെല്ലാണ്, വിതറിയാൽ മുളക്കും. അഹങ്കാരം പുല്ലാണ്, തനിയെ മുളക്കും. ഇത് ഞാൻ എല്ലാ സ്റ്റേജുകളിലും പറയുന്നൊരു വാക്കാണ്. പിന്നെ നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയിലെത്തി. അതുപോലെ നമ്മുടെ തണൽ നിങ്ങൾക്കറിയാവുന്ന സുൽഫി സാർ നടത്തുന്ന തണലിൻ്റെ പരിപാടിയിൽ ഞാൻ 3-4 തവണ വന്ന് അവാർഡ് വാങ്ങിച്ചു. അതുപോലെ ജവഹർലാൽ നെഹ്റു സ്റ്റഡീസ് സെൻറ്ററിൻ്റെ 2 അവാർഡുകൾ വാങ്ങിച്ചിരുന്നു. കാരണം നമ്മുടെ ആസിഫ്
ആസിഫ് എന്ന് പറഞ്ഞാൽ ലോക് ബന്ദ് നാരായൺജി ഫൗണ്ടേഷൻ്റെ ചെയർമാനെന്ന് ആസിഫിൻ്റെ അടുത്ത് നിന്ന് കണ്ണൂരിൽ നിന്നും അവരെ പരിപാടിയിൽ അവാർഡ് വാങ്ങിച്ചു. ഇങ്ങനെ കുറേ അവാർഡൊക്കെ തിരുവനന്തപുരത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രവൃത്തികൾ നമ്മൾ നല്ലതായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ അവാർഡല്ല. ഇന്ന് ഈ ക്ലാസ്സിൽ എനിക്ക് ഒരു അവാർഡും ഒരു സർട്ടിഫിക്കറ്റും കിട്ടാൻ കാരണം എൻ്റെ ആ പ്രവൃത്തി കർമ്മങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ലത് ചെയ്തു വരിക, എല്ലാവരും സ്നേഹം സമ്പാദിക്കുക. കാരണം സഫർ വഴി വരുന്ന വഴിക്ക് എന്നോട് ഒരു കാര്യം പറഞ്ഞു, സലാംക്ക എൻ്റെ ഒരു പരിപാടി ഉണ്ട്, അതിൽ സലാംക്ക മെമ്പറാണ്, കണ്ണൂരിലെ ആൾക്കാരെ സംഘടിപ്പിക്കും. ഞാൻ ഇല്ലാന്നല്ലോ പറഞ്ഞു. അതെ, എന്തെന്നറിയോ, നല്ല കാര്യം പറയുന്നത്. കാരണം ഏതൊരു സംഘടനയായാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ കൂടെ നമ്മളിപ്പോഴും നിന്ന് പ്രവർത്തിക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് ഈ സദസ്സിൽ പങ്കെടുക്കാനും നിങ്ങളെല്ലായിട്ട് സഹകരിക്കാനും ദൈവം അനുഗ്രഹം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ കൂടാതെ ഈ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നത്. ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണ്. നേരത്തെ നമ്മുടെ സഹോദരൻ പറഞ്ഞപ്പോൾ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ ഇതിലുണ്ട്. ഞാൻ പ്രിയപ്പെട്ട നാട്ടുകാരിൽ ജഗതിയുടെ കൂടെ അഭിനയിച്ചിരുന്നു. ഈ തിരക്കിനിടയിൽ വിജയക്കൂട്ടനോട് എനിക്ക് അവാർഡ് കിട്ടിയ, നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കാണാം, നോക്കുകുത്തി, എനിക്ക് അവാർഡ് കിട്ടിയ ടെലിഫിലിമാണ്. ഞാൻ തന്നെ അഭിനയിക്കും, ഞാൻ തന്നെ പ്രൊഡ്യൂസർ ചെയ്തൊരു നല്ലൊരു ടെലിഫിലിമാണ് നോക്കുകുത്തി. അതിൽ നല്ലൊരു കഥയുണ്ട്. നമ്മൾ അന്യ ആൾക്കാർ കൂട്ടുകാർ നമ്മളെ വീട്ടിൽ വരുന്നു, നമ്മൾ അവരെ ജോലി ആക്കുന്നു, വെള്ളടിക്കുന്നു, തമാശാക്കുന്നു. അപ്പോൾ അവരെ കണ്ടിൽ പോകുന്നത് നമ്മൾ മക്കളെ നേരെയാണ്. അപ്പോൾ ഞാനില്ലാത്ത ടൈം ആ വീട്ടിൽ ഒരു സുഹൃത്ത് വന്ന് എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യുന്നു. ആ കുട്ടി അമ്മയില്ല. ഞാൻ ഒരു മോശമായ രീതിയിലാണ് അതിൽ അഭിനയം. ഒരു ഭാര്യനെ ചവിട്ടി ഭാര്യ മരിക്കുന്നു. അപ്പോൾ ഒരു മോളുള്ളൂ. ആ മോളെ ഒരാൾ വന്നിട്ട് വീട്ടിലെല്ലാവരും നമ്മൾ പൊതുവെ നടക്കുന്നത് വീട്ടിനകത്ത് നമ്മൾ ഏത് കൂട്ടുകാരെ കൂട്ടിയിട്ടും വരാം, കുടുംബത്തിൽ വരാം, ബന്ധുക്കൾക്ക് വരാം, കൂട്ടുകാരെ കൂട്ടിയിട്ട് അകത്തിയിരുത്തി വെള്ളടിക്കുന്ന സ്വഭാവം, വെള്ളം പറഞ്ഞാൽ ലിക്കർ, അത് ഉപയോഗിക്കുന്ന സ്വഭാവം നമ്മുടെ ഇടയിൽ പാടില്ല. അങ്ങനെ പരിചയമായി. അയാൾക്ക് എനിക്ക് ബുദ്ധിയില്ല. ആ സിനിമയിലെങ്ങനെ, ആ ടെലിഫിലിം അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ അറിയാത്ത ടൈം ആ കുട്ടിന് മോളെ വലച്ച് ചെയ്ത് മോളെ ആത്മഹത്യ ചെയ്തു. കാരണം ഇതേപോലുള്ള നല്ല നല്ല കഥയുള്ള സീരിയലെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു പാഠം കൂടിയാണ്. അതുപോലെ ഞാൻ 3-4 ആൽബം ഉണ്ട്. അതായത് ഒരു ആൽബത്തിൽ മഴനിലാവ്, കുറേ കാലം ടി വിയിലെല്ലാം വന്നതാണ്. മഴനിലാവ് എന്ന് പറഞ്ഞാൽ അതും നല്ലൊരു കഥയാണ്. ഞാൻ തോന്നിയാസം പോലെ ജീവിച്ചുകൊണ്ട് എൻ്റെ മകളെ ഒരു ദിവസം നല്ല പടക്കം പൊട്ടി കണ്ടു കാണാതായി പോകും. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ദൈവത്തിനോട് പശ്ചാത്തലിച്ചിട്ട് ഓരോ പള്ളികളിലും ഓരോരുത്തർ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ തെറ്റാണ്, ആ തെറ്റ് നമ്മൾ ആദ്യമേ ശരിയായി കണ്ടെത്തിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല. നമ്മൾ നേരെയുള്ള വഴിയിലേക്ക് പോകാം, എന്തിനു മോശമായ വഴിയിലേക്ക്. പിന്നെ അതുകൊണ്ട് ഞാനൊരു ചെറിയ മിമിക്രി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സഫർ സാറെല്ലാം കണ്ട മിമിക്രിയാണ്. ഞാനിവിടെ സഫർ സാറിൻ്റെ പരിപാടിക്കൊക്കെ പോയിരുന്നു. എനിക്ക് ഇവിടെ കുറച്ച് മുമ്പേ മലയാള ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ഒരു അവാർഡ് കിട്ടിയിരുന്നു. അതിനുശേഷം വേറൊരു അവാർഡ് കിട്ടി. കുറേ ഇങ്ങനെ തിരുവനന്തപുരത്തെ പതിയോ, ഞാൻ തിരുവനന്തപുരം ചെറിയ വീടെടുത്ത് താമസിച്ചാലോ എന്ന് വിചാരിക്കും. തിരുവനന്തപുരക്കാരുടെ ഒരുപാട് സ്നേഹം സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് ചെറിയൊരു മിമിക്രി. ഇത് പുറത്തുനിന്നിട്ട് 2 ടേക്സിന്റെ കഷ്ണം നിങ്ങളൊന്നും കുട്ടിക്കളിയുടെ കൈമോ. അതായത് നമ്മളെ നാട്ടിൽ പണ്ടത്തെ ട്രെയിൻ, നമ്മളിപ്പോഴത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ നമ്മളെ പാട്ട് മതിയാണ്, ന്യൂ ജനറേഷൻ്റെ പാട്ട് മതിയിട്ട്. ആദ്യത്തെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം നമുക്കറിയാമല്ലോ, കൽക്കരി. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു.
ട്രെയിൻ ഇങ്ങനെ പോയി നമ്മുടെ അങ്ങനെ തലശ്ശേരി എത്തി. തലശ്ശേരിയിൽ കണ്ണില്ലാത്ത ഇവിടെ 5 രൂപയുടെ കവിത ചെയ്യരുത്. 10 രൂപക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കുരുടൻ വണ്ടിയിലേക്ക് കയറി വരണം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ മധു സാറ് ബർത്ത്ഡേ 90 വയസ്സ് ബർത്ത്ഡേക്ക് പോയിരുന്നു. മധു സാറിന് കാണിച്ചു കൊടുത്തിട്ട് വല്ലാതെ ചിരിച്ചതാണ് മധു സാർ. ഓക്കെ, മധു സാർ പെട്ടെന്ന് ചിരിക്കൂല, ഈ മുട്ടൽ കണ്ടിട്ട് ചിരിച്ചു. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം 10 രൂപ തരണേ 10 രൂപ തരണേ ഒരു ചോറിനുള്ള കാശ് തരണേ 10 രൂപ തരണേ 10 രൂപ തരണേ ഒരു കാശിനുള്ള ചോറ് തരണേ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഞാൻ പഠിക്കുന്ന ടൈം SSLC IT യിലൊക്കെ ഇത് അവതരിപ്പിച്ച് നല്ല സമ്മാനം കിട്ടിയിരുന്നു. IT പഠിക്കുമ്പോൾ ഓൾ കേരള IT യിൽ കളമശ്ശേരി വെച്ച് സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചിരുന്നു. അതുപോലെ കുട്ടികളോട് ചോദിക്കാം, നമ്മളെ വീട്ടിൽ വളർത്തുന്ന പട്ടി ഏത് ഭാഷയിലാണ് സംസാരിക്കുക? ആർക്കെങ്കിലും അറിയാം? വീട്ടിൽ സ്നേഹത്തിന്റെ ഭാഷയാണ്. ഈ ഭാഷയുണ്ട്. ശരിക്കും പറഞ്ഞ എല്ലാ മൃഗങ്ങളും ഭാഷ പറയും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ ഹിന്ദിയിൽ സംസാരിച്ച് ഞാൻ തർജ്ജമ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഹിന്ദി അറിയുന്നതാണ്. പക്ഷെ നല്ല എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ഹിന്ദി അറിയാം. നമ്മളെ പട്ടി വീട്ടിലുള്ള പട്ടി ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പട്ടി ചോദിക്കുന്നത് വു, നിങ്ങൾ ആരാണ്? വു WHO വു ആരാണ്? പിന്നെ പട്ടി ചോദിക്കുന്നത് വൈ, നിങ്ങൾ എന്തിനു വന്നാണ്? WHY എന്തിനാ വന്നത്? പിന്നെ പട്ടി ചോദിക്കുന്നത് വാട്ട്, എന്ത് വേണം? WHAT വാട്ട്, എന്ത് വേണം? നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞു? പട്ടി പറഞ്ഞു ഗോ, പോകാനാ പറഞ്ഞു. ആദ്യം പട്ടി ചോദിക്കുന്നു രണ്ടാമത് പട്ടി ചോദിക്കുന്നു വൈ, എന്തിനു വന്നു? മൂന്നാമത് പട്ടി ചോദിക്കുന്നു വാട്ട്, എന്ത് വേണമെന്നാണ്. അതും നിങ്ങൾ ഉത്തരം പഠിക്കുന്നില്ലേ ചേച്ചി? ചിരിച്ചോ? അതും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പട്ടി എന്താ പറയുന്നത്? പോകാനാ. നമ്മള് വീട്ടില് വളർത്തുന്ന ആട് വേണ്ട ബക്കരി പട്ടി കുത്ത ആട് ശരിക്കും നമ്മളോട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. നമ്മളൊരു വീട്ടിൽ സ്ത്രീ ആടിൻ്റെ അടുത്ത് വള്ളിയും കൊണ്ട് പോയാൽ ശരിക്കും ആട് അവരെ സ്ത്രീ ആണെങ്കിൽ മാന്ന് വിളിക്കുന്നത്, മാന്നാണ് അമ്മയെന്നാണ് വിളിക്കുന്നത്. ഒരു പുരുഷൻ പോണെങ്കിൽ ബായിന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ഒരു സ്ത്രീ ആടിൻ്റെ അടുത്ത് വള്ളിയും കൊണ്ട് പോയാൽ ആട് എന്താ പറയുന്നത്? അമ്മയെന്നാ വിളിക്കുന്നത്. ഒരു പുരുഷൻ പറയുന്നില്ല ബായ് സഹോദരാന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ വീട്ടിൽ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്ന മലയാളം പറയുന്ന ഒറ്റ ഒരു വൃത്തിയുണ്ട്, ഏതാ? പൂച്ച. നമ്മൾ വീട്ടിലേക്ക് മീനും കൊണ്ട് വരുന്നത്. അപ്പോൾ പൂച്ച എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ ഗേറ്റിൻ്റെ അവിടെ കാത്തിട്ടുന്നുണ്ടോ? മീനിൻ്റെ മണം അവർക്ക് മനസ്സിലായി. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വരും. എന്താ ചോദിക്കുന്നത്? മീനും കൊണ്ട് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ പൂച്ച കയറി വരുമ്പോൾ മീനോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് ശരിക്കും പൂച്ചയല്ലേ? അപ്പോൾ ഈ കുറേ ഉണ്ട്. ആന സംസാരിക്കുന്നത്, കണ്ണട സംസാരിക്കുന്നത്, ഇതൊക്കെ ഉണ്ട്. എല്ലാം പറഞ്ഞിപ്പോൾ ടൈം എടുക്കുന്നില്ല.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്ഥലം എടുക്കാം. ഇവിടെ കുറേ ആൾക്കാർ കവിത ചൊല്ലുന്ന കേട്ട് ഞാൻ പണ്ട് 6ാം ക്ലാസ്സിൽ പഠിച്ച കവിത 2 വരി പാടാം. ഭഗവക്ഷേത്രത്തിലെ കജന പ്രദീപമേ ഭർഗവീ വിടാശാളി ലളിത പ്രസൂനമേ. ഭഗവക്ഷേത്രത്തിലെ കജന പ്രദീപമേ ഭർഗവീ വിടാശാളി ലളിത പ്രസൂനമേ.